ഈ വിശാല ഹിന്ദു സമ്മേളനം നടക്കുന്ന സമയത്ത് അതിൽ നേരിട്ട് ഭാഗവാക്കാവുകയും അതിൽ നേതൃത്വം കൊടുക്കുകയും അതിൽ പല ആളുകളെ കാണുകയും അവരെയൊക്കെ നമ്മുടെ ഈ പരിപാടികൾക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നതിൽ സ്വർഗീയ മാധവജി, അതുപോലെ പരമേശ്വർജി, അതുപോലെ PK ചന്ദ്രശേഖർജി തുടങ്ങിയിട്ടുള്ള വ്യക്തിത്വങ്ങളോടൊപ്പം പ്രവർത്തിച്ചതായിട്ടുള്ള അതിൻ്റെ കൺവീനർ സ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തിത്വമാണ് CS മുരളിച്ചേട്ടൻ. മുരളിച്ചേട്ടൻ്റെ ഓർമ്മയിൽ എന്തായിരുന്നു ഈ കാര്യങ്ങൾ നടന്നതിലെ ഒരു മൊത്തത്തിലുള്ള ഒരു ചിത്രം എന്തായിരുന്നു? ഒരു കേരളത്തിലെ അന്നത്തെ അന്തരീക്ഷം മുഴുവൻ ഭാവാത്മകമായ ഉണർവിൽ നിന്നൊന്നും അല്ല. ഹിന്ദു സമ്മേളനത്തിന് വിശാല സമ്മേളനത്തിന് വലിയ ജനപിന്തുണയും ഹിന്ദുക്കളുടെ ഇടയിലുള്ള ഉണർവും ഉണ്ടാവാൻ കാരണം കേരളത്തിലെ ഹിന്ദുക്കളുടെ ഇടയിൽ കൃത്യമായ ചേരിതിരിവുണ്ടാക്കാൻ ബോധപൂർവം ശ്രമം നടത്തിയ ഒരു മന്ത്രിസഭ അന്ന് കേരളത്തിലുണ്ടായിരുന്നു. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് നേതൃത്വം കൊടുത്ത ഒരു മന്ത്രിസഭ. ആ മന്ത്രിസഭ കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ കൃത്രിമമായി കൂട്ടിച്ചേർത്ത് ഈ ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും സാമ്പത്തികമായ നേട്ടങ്ങളും എല്ലാം ഒരു വിഭാഗത്തിലേക്ക് ഒഴുക്കിവിടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൃത്രിമമായ ഒരു ജില്ലാ രൂപീകരണം ഹിന്ദുക്കളെ വല്ലാതെ വേദനിപ്പിച്ചു. അതേപോലെ തന്നെ ഹിന്ദുക്കളുടെ ഇടയിൽ വളരെ രൂക്ഷമായൊരു വേദനയുണ്ടായ സംഭവമാണ് ഈ ഭാരതത്തിലെ സാധുക്കൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പറയുകയും പ്രവർത്തിക്കുകയും ഒരു രാജ്യം ഒരു ഭീഷണിയെ പ്ലേഗ് എന്ന് പറഞ്ഞ മഹാമാരി ഈ രാജ്യത്തിലെ കാർന്നു തിന്ന് ജനസംഖ്യ അനേകായിരങ്ങൾ മരിച്ച് പെടഞ്ഞു വീഴുന്ന സമയത്ത് സ്വന്തം സ്ഥാപനം മൂലം വിറ്റ് ആ പണം സമാജത്തിന് വേണ്ടി കൊടുക്കണമെന്ന് പറയുന്ന സ്വാമി വിവേകാനന്ദനെ ഇകഴ്ത്തി താത്താനും വന്ദേ മാതരഗാനത്തോടൊപ്പം തന്നെ ഇകഴ്ത്തി താഴ്ത്തപ്പെട്ട ഒരു വ്യക്തിത്വമാണ് സ്വാമി വിവേകാനന്ദൻ്റെ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന ഗൂഢാലോചന ഒരു വശത്തുണ്ട്. അതിനെ ചേർത്ത് നിൽക്കാൻ മഠത്തിനോ മറ്റുള്ളവർക്കോ കഴിഞ്ഞില്ല എന്നുള്ള ഒരവസ്ഥ ഇരിക്കുമ്പോഴാണ് മാനനീയ ഏകനാഥ്ജി അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് ഈ ഭാരതത്തിലെ മുഴുവൻ വൈകാരികമായ ഏകോപനത്തിന് വേണ്ടി അദ്ദേഹം കന്യാകുമാരിയിൽ വിവേകാനന്ദ സ്മാരകം സ്ഥാപിക്കാൻ ഒരു ശ്രമം നടത്തുകയുണ്ടായി. കന്യാകുമാരി ആണ് കന്യാകുമാരിയുടെ ഉത്ഭവം എന്ന് പറഞ്ഞ് ചരിത്രത്തെയും ഇതിഹാസത്തെയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്തുകൊണ്ട് ഒരു വിഭാഗം മുന്നോട്ട് വന്ന സമയത്ത് സംഘത്തിൻ്റെ നിയോഗപ്രകാരമാണ് ശ്രീ ഏകനാഥ്ജി ആ പ്രവർത്തനം ഏറ്റെടുത്തത്. അന്ന് അദ്ദേഹത്തെ ഈ ഭാരതത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ആ ഒരു ആശയത്തെ നെഞ്ചോട് ചേർക്കുകയും അത് ഈ രാജ്യത്തിൻ്റെ മഹത്വത്തിനും ഏകതയ്ക്കും ഗുണം ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തപ്പോൾ കേരളത്തിലെ ഒരേ ഒരു സംസ്ഥാനം മാത്രമാണ് ഹിന്ദുക്കൾക്ക് മുഴുവൻ അപമാനമാക്കിക്കൊണ്ട് ആ പ്രസ്ഥാനത്തിന് ഒരു പൈസ പോലും തരില്ല എന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെയും മാർക്സ് പാർട്ടിയുടെയും ശാഠ്യത്തിനെ തുടർന്ന് ഈ കേരളത്തിലെ മുഴുവൻ മലയാളികളെയും അപമാനിച്ച ആ ഭീകരമായ സംഭവം കേരളത്തിൽ വളരെ വ്യാപകമായിട്ടുള്ള ഒരു ഹിന്ദുക്കളുടെ ഇടയിൽ അമർഷം ഉണ്ടായിട്ടുണ്ട്. ഇതിന് പുറമെയാണ് കേരളത്തിലെ സംഘപ്രസ്ഥാനത്തിന് മുച്ചൂടും. അതായത് കണ്ണൂർ ജില്ലയിൽ ഈ RSSനെ പറ്റിയുള്ള പാട്ട് തന്നെ ഈ പരിപ്പി നാട്ടിൽ വേവുകില്ല മോനെ RSSകാര എന്ന് പറഞ്ഞൊരു പാട്ട് തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തനം നമ്മുടെ സംസ്കാരത്തെയും ഇതിനെയൊക്കെ ചൈന ഭാരതത്തെ ആക്രമിച്ച സമയത്ത് ചൈനയുടേതെന്നും ഇന്ത്യയുടേതെന്നും പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തിൻ്റെ മുഴുവൻ മനസാക്ഷിയെയും വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത വ്യക്തികൾ നേതൃത്വം കൊടുത്ത ഒരു ഭരണകൂടം ഇവിടെ കേരളത്തിൽ ഇതിൻ്റെ ഇടയിൽ ഇത് മുഴുവൻ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ഈ വികാരങ്ങളെ അടിച്ചമർത്താനുള്ള ബോധപരമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന് പുറമെയാണ് എത്രയോ കാലമായി കെട്ടടങ്ങാതെ കിടക്കുന്ന ഒരു വികാരം. ശബരിമല തീവെപ്പിനെ തുടർന്ന് ഹിന്ദുക്കളുടെ മനസ്സിൽ ഉണ്ടായ തീവ്രമായ സങ്കടം. നിസ്സാരായ ഈ ഹിന്ദുക്കളെ മുഴുവൻ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അന്ന് വഞ്ചിക്കുകയുണ്ടായി. കാരണം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ
ഈ ശബരിമല തീവെപ്പിനെ പറ്റി അന്വേഷിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞ് അന്നത്തെ മൂഢന്മാരായ ഹിന്ദുക്കൾ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം, അവരുടെ വോട്ട് വാങ്ങി അധികാരത്തിലേറുകയും അതിനുശേഷം ആ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതെ പൂഴ്ത്തിവെക്കുകയും ചെയ്തു. ആദ്യത്തെ ഹിന്ദു വഞ്ചകൻ എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായി. ഈ ഒരു മനസാക്ഷിയുടെ ഹിന്ദുക്കളുടെ ഇടയിലുള്ള ധാർമ്മികപക്ഷവും നിസ്സഹായ ബോധവും ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് വിശാല സമ്മേളനത്തിലുള്ള ആഹ്വാനം ജനം നെഞ്ചിലേറ്റിയത്. ഓക്കെ, അപ്പോൾ വളരെയധികം പ്രശ്നസങ്കീർണമായിട്ടുള്ള സാമൂഹ്യ പശ്ചാത്തലത്തിൽ കൂടിയിട്ടാണ് ഹിന്ദുക്കൾ ജീവിച്ച് വന്നത്. അവർ ജീവിച്ച് വന്ന് ഹിന്ദുക്കളായിട്ട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കൂട്ടായ പരിശ്രമം കൊണ്ട് മാത്രമാണ്. അതിനുവേണ്ടി സംഘത്തിൻ്റെ പ്രവർത്തകരുടെ ഒരുപാട് പേരുടെ ജീവത്യാഗം പോലും ചെയ്യിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്നിപ്പോൾ ആ സിറ്റുവേഷൻസൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അനവധി പ്രവർത്തകരുടെ കർമ്മോന്മുഖമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് ധാരാളം മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിച്ചു. അവിടെ എനിക്ക് തോന്നുന്നു സംഘത്തിൻ്റെ മൂന്നാമത്തെ സർസംഘചാലകായിരുന്ന ദേവർഷിയുടെ ഒരു ആഹ്വാനം ഇതായിരുന്നു: സമൂഹത്തിന് ഹിന്ദുക്കൾക്ക് നേരെ വരുന്നതായിട്ടുള്ള ഒരു വെല്ലുവിളിയും ചോദ്യം ചെയ്യപ്പെടാതെ പോകരുത് എന്നുള്ളത് ഒരു ശക്തമായിട്ടുള്ള ആഹ്വാനമായിരുന്നു. വെല്ലുവിളികളെയാണ് ചോദ്യം ചെയ്യപ്പെടാതെ പോകരുത് എന്ന് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിശ്വംബാപ്പ സൂചിപ്പിച്ചതുപോലെ മീനാക്ഷിപുരം നടന്നതായിട്ടുള്ള മതം മാറ്റം അത് ദേശീയമായിട്ടൊരു വലിയ വിപദ്ഘട്ടമായിട്ട് തന്നെ കണക്കാക്കപ്പെട്ടിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി പോലും ഇങ്ങനെ കൂട്ടമായിട്ട് മതപരിവർത്തനം ചെയ്യപ്പെടുന്നത് ദേശീയ താല്പര്യത്തിന് നല്ലതല്ല എന്ന് അഭിപ്രായപ്പെടുകയും ഉണ്ടായ സാഹചര്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അന്ന് കാശ്മീരിൽ നിന്ന് കരൺ സിംഗ് പോലും അന്നത്തെ പരിപാടിയുടെ അധ്യക്ഷനായിട്ട് വരാൻ കാരണവും ഇതിൻ്റെ പശ്ചാത്തലമെല്ലാം ആയിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം. ഏതായാലും കേരളത്തിലെ ഈ ഒരു സാംസ്കാരിക ധാർമ്മിക കലണ്ടറിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു സംഭവമാണ് 1982 വിശാല ഹിന്ദു സമ്മേളനം. ആ സമ്മേളനത്തിൻ്റെയാണ് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ അതിൻ്റെ കൺവീനറാണെന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ആരൊക്കെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ മുരളിച്ചേട്ടന്? കൃത്യമായിട്ട് പറഞ്ഞാൽ അതിൽ ആരൊക്കെയായിരുന്നു നെടുന്തൂണുകളായിട്ട് ഉണ്ടായിരുന്ന വ്യക്തിത്വങ്ങൾ ആരൊക്കെയായിരുന്നു? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സന്യാസി സമൂഹങ്ങളെയും അതേപോലെ ജാതി തിരിഞ്ഞ് ജാത്യാഭിമാനത്തിൻ്റെ പേരിൽ പടുത്തുയർത്തപ്പെട്ട സമുദായ സംഘടനകളുടെയും കേരളത്തിലെ നട്ടലുള്ള സാംസ്കാരിക നേതാക്കളുടെയും ഒരു കൂട്ടായ്മയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഈ സന്ദർഭത്തിൽ അതിനെപ്പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രധാന പേരുകൾ ശ്രീ MKK നായർ, അതേപോലെ അന്ന് ഹരിജൻ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസം പോലും ഉപേക്ഷിച്ച് സമുദായത്തിനു വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ച ശ്രീ MK കുഞ്ഞോൽ എന്ന അറിയപ്പെട്ട ഒരു ഹരിജൻ സമുദായ സമുദ്ധാരകൻ അദ്ദേഹം. അതേപോലെ കേരളവർമ്മരാജ P. കേരളവർമ്മരാജ എന്ന ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായിരുന്ന ആൾ. പിന്നീട് തൃശ്ശൂരിൽ നിന്നുള്ള AR ശ്രീനിവാസൻ, ഒരു ന്യായാധിപനുമൊക്കെയായി മണ്ഡലങ്ങളിൽ അതെ ഡിസ്ട്രിക്ട് ജഡ്ജായിരുന്നു അദ്ദേഹം ശ്രീനിവാസൻ. ഇതുകൂടാതെ ആയിരക്കണക്കിന് സംഘത്തിൻ്റെ പ്രവർത്തകർ അവർ പല കാര്യങ്ങളും മാറ്റിവെച്ച ആ സമയത്ത് സംഘത്തിൻ്റെ മെഷീനറി പോലും ഒരു ഘട്ടത്തിൽ കുറച്ച് ദിവസങ്ങൾ പ്രചാരകന്മാരുൾപ്പെടെ എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങൾ വീതിച്ച് നൽകിക്കൊണ്ടാണ് അന്നത്തെ നിലയിൽ ചിന്തനീയമല്ലാത്ത വലിയൊരു സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത്. പക്ഷേ അതിന് ഈ ഒരു ഹിന്ദുക്കളുടെ നീറുന്ന ഒരു മനസ്സ് അത് വലിയ ഒരു അടിസ്ഥാന അന്ന് പങ്കെടുത്തതുപോലെ ഏതെങ്കിലും വ്യക്തിത്വങ്ങളെക്കുറിച്ച് വീണേട്ടിൻ്റെ ഓർമ്മയിൽ ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടായിരുന്നോ? അതിൽ തങ്ങളുടെ വീണേട്ടിൻ്റെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? അല്ല, അതിൽ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അന്നും ഇന്നും എന്താ പറയുക ഉയർന്നു നിൽക്കുന്ന ഒരു കാര്യം, സംഘപ്രവർത്തനത്തിൽ ഒരുപക്ഷെ 82 വരെ ഈ തരത്തിലുള്ള വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ കാലഘട്ടം വരെ സംഘ ചുമതല അല്ലെങ്കിൽ അതിലെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവനും നേരിട്ടുള്ള ശാഖാ സംഘ പ്രവർത്തനങ്ങളിൽ മാത്രമായിരുന്നു.
അതിന് വ്യതിരിക്തമായിട്ട് ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, കേരളത്തിലെ സംഘത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് നേരിട്ടുള്ള സംഘപ്രവർത്തനത്തിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ടുകൂടെ നമ്മുടെ സംഘ മിഷണറി പൂർണ്ണമായിട്ടും ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് തയ്യാറായത്. അല്ലെങ്കിൽ ആ കാര്യത്തിന് ഒരുപക്ഷെ കാര്യമായിട്ടുള്ള അനുഭവ സമ്പത്തൊന്നും ഇല്ലാതെ തന്നെ, നമുക്ക് പൊതുവെ അറിയാം നാം അനുഭവ സമ്പത്ത് കൊണ്ടല്ല കാര്യങ്ങൾ വിജയം കൊയ്യുന്നത്. അതുകൊണ്ട് അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഈ തരത്തിലുള്ള സമൂഹത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചും വളരെ ഗഹനമായിട്ട് ചിന്തിച്ചും അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും ഉതകുന്ന രൂപത്തിലുള്ള നേതൃത്വം നമുക്കുണ്ടായിരുന്നു. നിശബ്ദനായിട്ട് ഒരുപക്ഷെ സ്ക്രീനിൻ്റെ പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ഭാസ്കറാവ്ജി, അദ്ദേഹം തന്നെയാണ് ഈ പറഞ്ഞ മാധവ്ജിയെയും അതേപോലെ തന്നെ പരമേശ്വരജിയെയും ചന്ദ്രശേഖർജിയെയും പോലുള്ള ആൾക്കാരെ മുന്നിൽ നിർത്തിയിട്ട് അന്ന് ആ സമയത്ത് പ്രചാരകഷിപ്പ് കഴിഞ്ഞിട്ട് പ്രചാരക ജീവിതം മാറ്റിയിട്ട് ഇവിടെ എത്തിയിട്ട് ചിറ്റൂർ ഉള്ള മുരളിച്ചേട്ടൻ, അതിൻ്റെ നേതൃത്വം മാധവ്ജിയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. മുരളിച്ചേട്ടൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ കാണുന്ന സമയത്തൊക്കെ എപ്പോഴും നമ്മുടെ പാവക്കുളത്തുള്ള ഓഫീസിലും അതേപോലെ തന്നെ മാധവ്ജി ഓരോരോ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ഏൽപ്പിച്ച് അന്ന് പോകുന്ന നമ്മുടെ യാത്രാ സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. നമുക്കറിയാം, ബസ്സിൽ തൂങ്ങി പിടിച്ചിട്ടും അങ്ങനെയൊക്കെയുള്ള പോയിട്ട് അങ്ങനെ ഓരോ ഭാഗത്തും പോകുന്നു. ഇപ്പം മാധവ്ജി അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ 2-3 കാര്യങ്ങൾ മാധവ്ജി ശ്രീ MKK നായരെ കാണുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ഈ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള ഒരു വളരെ പ്രഗത്ഭനും പ്രശസ്തനുമായ ഒരു വ്യക്തിയുടെ വീട്ടിൽ ഒക്കെ കയറി ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്വീകരണം, അതിൽ അദ്ദേഹം വേണു എന്നുള്ള വ്യക്തിയല്ല അതിൽ കൂടെ കാണുന്നത്, ഹിന്ദുവിൻ്റെ ഒരു അല്ലെങ്കിൽ വിശാല സംഘത്തിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള രൂപത്തിൽ നമുക്ക് കിട്ടുന്ന ആ കാര്യങ്ങൾ. പിന്നെ അതേപോലെ ഇപ്പം നേരത്തെ ചോദിച്ചതിന് മറ്റൊരു കാര്യം, അത് ഈ വിശാല ഹിന്ദു സമ്മേളനത്തിൽ കൂടെ ഉരുത്തിരിഞ്ഞു വന്ന 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതിൽ ഒന്ന്, ആ സമയത്താണ് അവിടെ വച്ചിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് കർക്കിടക മാസം നമ്മൾ രാമായണ മാസമായിട്ട് ആചരിക്കും എന്നുള്ളത്. അന്ന് വരെ കർക്കിടകത്തിൻ്റെയും രാമായണത്തിനെയും കുറിച്ച് കളിയാക്കി പറഞ്ഞിരുന്നവർ പ്രത്യേകിച്ച് 2 പത്രങ്ങൾ, ആ പത്രങ്ങളിൽ കർക്കിടക മാസമാകുമ്പോൾ 1-ാം തീയതി ഒരു മുത്തശ്ശിയും ഒരു കുഞ്ഞും ഇരുന്ന് രാമായണം വായിക്കുന്ന ചിത്രവും എല്ലാ ദിവസവും ഒരു 2 കോളം രാമായണത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന തലത്തിലേക്ക് നമ്മുടെ അന്നത്തെ പ്രഖ്യാപനം അത് മാറാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, അത് കേരളത്തിൽ മുഴുവനും വ്യാപിച്ചു, അത് പിടിച്ചു കുലുക്കി ആ എല്ലാ വീടുകളിലും അന്ന് എന്തിനേറെ ഈ തരത്തിൽ കളിയാക്കിയിരുന്ന ആ പത്രങ്ങളുടെ അവരുടെ പ്രസിദ്ധീകരണശാലകൾ അവർ രാമായണം അടിച്ച് പല വില കുറച്ചും വില കൂട്ടി 3-4 തരത്തിലൊക്കെ അതൊക്കെ നമുക്കറിയാം. അതേപോലെ മറ്റൊരു കാര്യമാണ് ഹിന്ദു എന്നുള്ളത്. ഇപ്പം നേരത്തെ വിശ്വംബപ്പ വലിയ ആ ഗാനത്തിലുള്ളതുപോലെ ഹിന്ദു ഒന്നാണ്, വ്യത്യസ്തമായിട്ടുള്ളതല്ല. അതിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവം അവിടെ നേരിട്ട് അനുഭവിച്ചു. അവിടെ എറണാകുളത്ത് ടൗൺ ഹാളിൽ വെച്ചിട്ടായിരുന്നു ആ പരിപാടി. വലിയ രൂപത്തിലുള്ള ഗണപതി ഹോമം നടന്നു. ആ ഗണപതി ഹോമത്തിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ചിരുന്നത് പറവൂർ ശ്രീധരൻ തന്ത്രിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, വിശദീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിനെയൊക്കെ സമൂഹത്തെ, കേരളത്തെ, ഇവിടുത്തെ എല്ലാവരെയും കൂടുതൽ അതിശയിപ്പിച്ചത് അദ്ദേഹത്തിന് പരികർമ്മിയായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ അതിൻ്റെ ചെയ്തിരുന്നത് ഒരുപക്ഷെ ഭാരതം അറിയുന്ന ആ തരത്തിലുള്ള സൂര്യകാലടി ഭട്ടതിരിപ്പാട് അദ്ദേഹമായിരുന്നു ശ്രീധരൻ തന്ത്രിയുടെ പരികർമ്മിയായിട്ട് നിന്ന് പ്രവർത്തിച്ചത്. അത് ഒരുപക്ഷെ സമൂഹത്തിലുള്ള എല്ലാവർക്കും അവർക്കറിയാം, ഇത് പറച്ചിൽ മാത്രമല്ല പ്രവൃത്തിയിൽ കൊണ്ടുവന്നതാണ്. അങ്ങനെ കേരളത്തിലും ദേശീയ തലത്തിലും ഇത് ശ്രദ്ധേയമായൊരു കാര്യം ആയിരുന്നു ഇത്. ഈ അനുഭവങ്ങൾ ധാരാളം പങ്കുവയ്ക്കാൻ ഉണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും സംഗതി. ഫോർ എക്സാമ്പിൾ, ഒരു ദിവസം പരിപാടി ഒരു 6-7 ദിവസം മുമ്പ് ഞാൻ മാധവ് നിവാസിൽ ഉള്ള സമയത്താണ്. അവിടെ ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് വൈകുന്നേരം ഒരു 6, 7, 7, 8 മണിയോ ഒക്കെ ആയ സമയത്താണ് എല്ലാവരും യാത്രയും കാര്യങ്ങളും സമ്പർക്കവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ CS മുരളിയേട്ടൻ്റെ ഒരു ആവശ്യമാണ് മാധവജിയോട്. മാധവജി നാളെ രാവിലെ 7 മണിക്ക് നമുക്ക് പോകണം. അതാണ്. അപ്പോൾ ഈ മാധവജി രാവിലെ 7 മണിക്ക് പോകാമെന്നുള്ളത് സാധാരണ നിലയ്ക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പൂജകൾ കഴിയുമ്പോൾ തന്നെ 8 മണി കഴിയും.
പക്ഷേ നമ്മുടെ അനുഭവത്തിൽ ഈ സന്ദർഭങ്ങളിൽ ഒരു സമയത്ത് പോലും 7 മണി എന്ന് പറഞ്ഞാൽ 6:55 മാധവജി റെഡിയാണ് പൂജ കഴിഞ്ഞതിന് ശേഷം. അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഓരോ നമ്മുടെ അധികാരിമാരും ഓരോ പ്രവർത്തകരും അന്ന് ഈ കാര്യത്തിൽ ഇൻവോൾവ് ആയിരുന്നത് എന്നുള്ളത് പ്രത്യേകം അനുഭവ സാക്ഷ്യം വഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാനും കൂടി. അപ്പോൾ അതിലെ മൊത്തത്തിൽ ഈ തരത്തിലുള്ള കാര്യം സംഘടിപ്പിക്കുന്ന കാര്യങ്ങൾ പലതും വരുന്ന സമയത്ത് അവിടെ പോയ കാര്യം ഇവിടെ പോയ അതൊക്കെ പലതും നമുക്കിപ്പോഴും പുതിയ തലമുറയെ സംബന്ധിച്ച് ധാരാളം ആവേശദായകമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അന്ന് ചെയ്തവരെ സംബന്ധിച്ച് അത്ര വലിയ കാര്യങ്ങളായിരിക്കില്ല, പക്ഷെ അത് പുതിയ ആളുകൾക്ക് വലിയ അനുഭവങ്ങളായിരിക്കും. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അനുഭവങ്ങൾ വിശ്വംബാപ്പയ്ക്കും അങ്ങനെ നിലയ്ക്ക് പറയാനുണ്ട്? വിശ്വംബാപ്പ മുഖ്യ സംഘാടകൻ മാധവജിയായിരുന്നു, MKK നായരായിരുന്നു സ്വാഗത സംഘ അധ്യക്ഷൻ, ശ്രീനിവാസൻ ഡോക്ടർ നമ്മുടെ റിട്ടയർഡ് ജഡ്ജി AR ശ്രീനിവാസൻ ജി ആയിരുന്നു കാര്യദർശി. പിന്നെ സജീവമായി നമ്മുടെ അന്നത്തെ കാര്യവായിരുന്ന R രവീന്ദ്രൻ തുടങ്ങി ധാരാളം പേര് നമ്മുടെ ഈ പ്രവർത്തനത്തിൽ ശക്തമായിട്ടുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാടായിരുന്നു പരികർമ്മിയായിട്ട് പ്രവർത്തിച്ചത്. ആ സമയത്തുള്ളൊരു ബ്രാഹ്മണ സൂര്യകാലടി എന്ന് പറയുന്നത് ഗണപതി ഹോമത്തിന് അങ്ങേയറ്റം ഗണപതി ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇല്ലമാണ് സൂര്യകാലടി. ചരിത്രപരമായും ഐതിഹ്യമാലയിലും അതിനെപ്പറ്റിയൊക്കെ ധാരാളം പരാമർശനങ്ങളുണ്ട്. അപ്പോൾ അതൊരു വലിയ സന്ദേശമായിരുന്നു. ആ സന്ദേശം എന്ന് വെച്ചാൽ മുഴുവൻ സമൂഹത്തിനെ ഈ ഗീതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്ത്യജൻ അഗ്രജനില്ലിവിടെ, വർഗം വർണ്ണം അരുതിവിടെ, സകലരും അമ്മയ്ക്കോമന മക്കൾ, ഹിന്ദുക്കൾ നാം ഒന്നാണ്. മുഴുവൻ സമൂഹത്തിനും ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നൊരു പരിപാടിയായിരുന്നു. എല്ലാ പ്രദേശങ്ങളിലും കോളനികളിലും വനവാസ മേഖലകളിലൊക്കെ ഒരു ചലനം സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു നമ്മുടെ ഈ വിശാല ഹിന്ദു സമ്മേളനം. അതിനിടയ്ക്ക് ഒരു രസകരമായ സംഗതി, അത്യാവശ്യമായിട്ട് ഡൽഹിയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പം മാധവജിയോട് ഹരിയേട്ടൻ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു പ്ലെയിനിൽ പോകാൻ പറഞ്ഞു. അന്ന് അങ്ങനെ പ്ലെയിനിൽ യാത്രയൊന്നും ഇല്ല. അങ്ങനെ മാധവജി ഡൽഹിക്ക് പ്ലെയിനിൽ പോയി. കാരണം അന്ന് അശോക് സിംഗാൾജി, കരൺ സിംഗ് ഇങ്ങനെയുള്ള ആൾക്കാരെ അതിൻ്റെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ആ രീതിയിൽ ഒരു പ്രത്യേക അന്തരീക്ഷം മുഴുവൻ നമ്മുടെ കേരളത്തിലുണ്ടായി. ഇതിൻ്റെ കൂടെ രസകരമായ ഒന്ന്, കീഴ്മാടിൽ ഒരു CITUവിൻ്റെ യൂണിയൻ അവർ നമ്മളെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൂടെ ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അനുവദിക്കുമോ എന്ന് ചോദിച്ചു. ഞങ്ങളെല്ലാം ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞു. അനുവദിക്കാം, വരാം എന്ന് പറഞ്ഞു. അവർ ബാനറൊക്കെ വെച്ച് നമ്മുടെ എറണാകുളം വിശാല ഹിന്ദു സമ്മേളനത്തിൽ പങ്കെടുത്തു. അതൊരു അന്നത്തെ ഒരു ട്രെൻഡായിരുന്നു സർവ്വരംഗങ്ങളിലും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഓർമ്മയിൽ ഓരോന്നോരോന്ന് ഓർക്കുമ്പോൾ. അതേപോലെ ഇതിന് വേണ്ടിയിട്ട് ഒരു നല്ല സ്റ്റേജ് വേണം. ആദ്യത്തെ ചിന്ത ഒരു നല്ല ഒരു സ്റ്റേജ് വേണം. എന്താണെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ കോട്ടയത്ത് അന്നത്തെ അറിയപ്പെടുന്ന ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഉഗ്രം ഗോപുരങ്ങളൊക്കെ നിർമ്മിക്കുന്ന പന്തൽ ശിവരാമൻ നായർ, അദ്ദേഹത്തെ പോയി കണ്ടു. രവിചേട്ടനും ഞാനും അദ്ദേഹത്തെ പോയി കണ്ടു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പല ആശയങ്ങൾ പറഞ്ഞു. വേറെ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയേണ്ടി വന്നില്ല. ഞാൻ വന്നോളാം, ഞാൻ ചെയ്തോളാം. പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിന് അദ്ദേഹത്തിന് വലിയ സന്തോഷം, താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ വന്നു. ബാക്കി നോക്കുമ്പോൾ സമുദായ സംഘടനകളുടെ നേതാക്കന്മാർ നോക്കുമ്പോൾ കിഴങ്ങ് ഗോപാലകൃഷ്ണപിള്ള, അതുപോലെ തന്നെ ധീവരസഭയുടെ ദിനകരൻ എന്ന് വേണ്ട പേരെടുത്ത് പറയാവുന്ന എല്ലാവരുടെയും നിറഞ്ഞ സാന്നിധ്യമായിരുന്നു വിശാല ഹിന്ദു സമ്മേളനത്തിനുണ്ടായിരുന്നത്. അത് ഉണ്ടാക്കിയൊരു ചലനം, അതിന്ന് ഓർക്കുന്ന ഒരു ചലനം സർവ്വരംഗങ്ങളിലൊരു മുന്നേറ്റം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, സാധാരണക്കാരായ ഹിന്ദു സംഘടനകൾ അവരും നമ്മളൊന്നാണെന്നുള്ളൊരു വികാരം അതിൽ കൂടി രൂപം കൊണ്ടു എന്നാണ് അനുഭവങ്ങൾ കൂടി എനിക്ക് തോന്നുന്നത്. അത് സംഘടനാ പ്രവർത്തനത്തിനും സംഘപ്രവർത്തനത്തിനും വിവിധ ക്ഷേത്ര പ്രവർത്തനത്തിനും എല്ലാത്തിനും അത് അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിച്ചു. സമാനമായിട്ടുള്ളൊരു അനുഭവം ഒന്നല്ല, പല അനുഭവങ്ങൾ ഞാനിപ്പോൾ മൂവാറ്റുപുഴ പ്രചാരക്കായിരിക്കുന്ന സമയത്ത് മന്മഥൻ സാറിൻ്റെ സഹോദരി ഭർത്താവ് ബാലകൃഷ്ണൻ നായരായിരുന്നു അവിടെ നമ്മുടെ ഇതിൻ്റെ കോർഡിനേഷന് പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നത്. അത് വ്യാപാരി വ്യവസായിയുടെ പ്രസിഡൻറ്റും കൂടിയാണ്. അദ്ദേഹം രാവിലെ റെഡിയായും, അദ്ദേഹത്തിൻ്റെ കടയാണ് മറ്റേ ഈ പലവ്യഞ്ജന ഷോപ്പാണ്. അവിടെ രാവിലെ വരും. അപ്പോൾ പുറകെ ഞാനും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുഖം കാണിക്കും. ഉടനെ തന്നെ എന്താപ്പൂ ഇന്ന് എവിടെയാണ് പോകണ്ടേ?
എവിടെയാണ് നിശ്ചയിച്ചില്ല, നമ്മൾ നിശ്ചയിച്ചാൽ മതി. അവിടേക്ക് ഉടനെ തന്നെ വണ്ടി എടുക്കുന്നു, പോകുന്നു, അവിടെ പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അത് ഇന്ന സ്ഥലം എന്നില്ല, ഏത് കോളനികളിലും എവിടെയും പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഉരുളൻ തണ്ണി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. ഉരുളൻ തണ്ണി എന്ന് പറഞ്ഞത് അവിടെ ഒരു വനവാസി മേഖലയാണ്. അപ്പോൾ അവിടെ നിന്ന് രാവിലെ കയറി ഭയങ്കര മലയാണ്. ഈ മലയൊക്കെ കയറി അപ്പുറത്ത് ചെന്നപ്പോഴാണ് അവിടെ അനവധി കുടുംബങ്ങൾ തയ്യാറായിട്ട് നിൽക്കുന്നു. അവർ അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടുന്നത് 3 മണിക്കാണ്. അപ്പോൾ ആ ഭക്ഷണമൊക്കെ അവർ തന്നെ അവിടെ തയ്യാറാക്കി, കാച്ചിലും ചേമ്പും ചേനയും ഒക്കെ പാടെ കൂടി വെച്ചുകൊണ്ടുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി. അവിടെ നിന്ന് ഒരുപാട് പേര് ആ ഉരുളൻ തണ്ണി ഭാഗത്ത് നിന്ന് വനവാസി മേഖലയിൽ നിന്ന് പോലും നമ്മുടെ വിശാല ഹിന്ദു സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളതൊക്കെ ഒരു വലിയ ആവേശകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിട്ട് തോന്നിയിട്ടുള്ളത് സംഗതി. അതുപോലെ പിന്നെ മുരളിച്ചേട്ടൻ്റെയും അവനാഴിയിൽ ഇനിയും കിടപ്പുണ്ടാവും മിക്കവാറും കാര്യങ്ങളൊക്കെ. അന്ന് ഈ ഡോക്ടർ കരൺ സിംഗ് സംസാരിച്ചൊരു കാര്യം മനസ്സിലുണ്ട്. കേരളത്തിലെ നാളികേരവും കാശ്മീരിലെ കുങ്കുമപ്പൂവും ഒന്നിച്ച് ചേർന്നാലേ പൂജ പൂർണ്ണമാകൂ, ഗുരുവായൂരായാലും കൊള്ളാം എല്ലായിടത്തും നിന്ന്. ആ പ്രസംഗത്തിനിടയിൽ ഈ രാഷ്ട്രത്തിൻ്റെ ഏകതയ്ക്ക് പ്രാധാന്യം കൊടുത്ത ആ വാക്കുകൾ ഇന്നും നമ്മുടെ എല്ലാം ഇന്നുമുണ്ട് നമ്മുടെ മനസ്സിൽ. എന്താ പറഞ്ഞാ രനി? ഇദ്ദേഹം ഈ പ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യം, അത് എൻ്റെ ഇൻഡയറക്റ്റ്, അതായത് ചിന്മയാനന്ദജിയാണെന്നോ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ അറിയാമല്ലോ, ഇംഗ്ലീഷിൽ വളരെ അതിഗംഭീരമായിട്ടുള്ള പ്രസംഗമായിരുന്നു. അപ്പം ഞാനവിടെ സ്റ്റേജിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നുണ്ട്. അദ്ദേഹം ഒരു 2 സെൻറ്റൻസ് സംസാരിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത് ഹരിയേട്ടനായിരുന്നു. എന്നിട്ട് ഹരിയേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ അതിൽ ഒരു സെൻറ്റൻസ് ഇങ്ങനെ വന്ന കൂട്ടത്തിൽ, സ്വാമി വിവേകാനന്ദ ദി ലയൺ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞ സ്വാമി, അതിൻ്റെ മുന്നും പിന്നെ ഞാൻ അത് ഓർക്കണില്ല. ഇത് പറഞ്ഞ ഉടനെ അത് കഴിഞ്ഞിട്ട് ഹരിയേട്ടൻ്റെ ട്രാൻസ്ലേഷൻ, സ്വാമി വങ്ക കേസരി വിവേകാനന്ദൻ. അപ്പോൾ സ്വാമി ഹരിയേട്ടനെ നോക്കിയിട്ട് ആ രൂപത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇത് മറക്കാതെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ലൈവായിട്ട് നമുക്കാണ്. അതുപോലെ കരൺ സിംഗ് പറഞ്ഞ ഈ ഒരു പോയിൻ്റ്. പിന്നെ അന്ന് എൻ്റെ മനസ്സിൽ കാണുന്ന വേറൊരു പ്രത്യേകത, അന്ന് ഈ പരിപാടിക്ക് അന്ന് അറിയാം, നമ്മുടെ ഈ മതം മാറ്റത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും നമ്മുടെ പ്രൊഫസർ OM മാത്യുവും അദ്ദേഹത്തിൻ്റെ ശ്രീമതിയും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരുന്നു. അന്ന് മാധവജി ഓരോ പ്രധാനപ്പെട്ട വ്യക്തികളുടെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചിരുന്നതിൽ നമ്മുടെ പേജാവർ മഠ് സ്വാമിജിയുടെ കാര്യങ്ങൾ നോക്കാൻ ആ ചുമതല എന്നെ ആണ്. എൻ്റെ കാരണം പിന്നീടാണ് പറഞ്ഞത്, അയാൾക്ക് കുറച്ച് സംസ്കൃതമൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കാരണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ നമ്മുടെ കവിതാ തിയേറ്ററിൻ്റെ അപ്പുറത്ത് സ്വാമിജിയുടെ ആ ഒരു വാഹനം കടന്നു വന്നപ്പോൾ എൻ്റെ സൈഡിൽ വന്നിട്ട് മാത്യു സാറും ശ്രീമതിയും ആ റോഡിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്ന ഒരു രംഗം. അപ്പോൾ അവരാരാണെന്ന് ഞാൻ സ്വാമിജിയോട് പറഞ്ഞു കൊടുത്തു. സ്വാമിജിക്കും അത് അതിശയമായി. ഞാൻ പറഞ്ഞു, അവർ ഈ ജനനം കൊണ്ട് അവർ ഇത്തരത്തിൽ വന്നവരാണ്, പക്ഷേ ഇന്ന് പ്രൊഫസറാണ് ശ്രീമതി, അവരാണ് സ്വാമിജി. അപ്പോൾ സ്വാമിജിക്കും ഭയങ്കര സന്തോഷവും ഇതൊക്കെയായി. ആ 2 സംഭവങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുമായിരുന്നു. ചിന്മയാനസ്വാമിയുടെ ഈ ആ പ്രസംഗത്തിലാണോ വന്നതെന്നറിയില്ല, കേരളത്തിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചുള്ള ഡെഫിനിഷനിൽ ദോസ് ഹു വേർ ഹിന്ദുസ് ആൻഡ് ദോസ് ഹു ആർ ഹിന്ദുസ് ഇതായിരുന്നു പ്രത്യേകം. അല്ലാതെ വേറെ ഈ ഭൂമിയിൽ വേറെ, ഇന്ത്യയിൽ വേറെ അങ്ങനെ വേറെ ജനവിഭാഗം എന്ന് പറയാനില്ല. ദോസ് ഹു വേർ ഹിന്ദുസ് ആൻഡ് ദോസ് ഹു ആർ. അതുപോലെ എൻ്റെ എല്ലാം പിന്നിൽ നിശബ്ദമായി എപ്പോഴും ഉണ്ടായിരുന്നത് പരമേശ്വരജിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതെ. അല്ല, ഈ ബൗദ്ധിക തലത്തിൽ പത്രങ്ങളുമായിട്ടുള്ള ബന്ധം, അവർക്ക് വേണ്ടതായിട്ടുള്ള മെറ്റീരിയൽ കൊടുക്കൽ, ഇത്തരത്തിൽ പത്ര സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നേതൃത്വം കൊടുക്കൽ, ഇത്തരത്തിൽ വർക്കുകളെല്ലാം പരമേശ്വരജിയാണ് ചെയ്തിരുന്നത്. ഒരുപാട് ആ സമയത്ത് ഇറങ്ങിയ പുസ്തകമാണ് പിന്നെ ഭ്രാന്താലയത്തിൽ നിന്ന് തീർത്ഥാലയത്തിലേക്ക്. ആ സമയത്ത് എത്രയോ പാംഫ്ലെറ്റ്സ് വന്നിരിക്കുന്നു, ഒരുപാട് പാംഫ്ലെറ്റ്സ്, ചെറിയ ബുക്കുകൾ ഒക്കെ. അതെ, ഗണഗീതങ്ങൾ, ഇങ്ങനെ ധാരാളം കാര്യങ്ങളൊക്കെ ആശയപരമായിട്ടുള്ളൊരു വലിയ എന്താ പറയുക, ഒരു സുനാമി പോലെ തന്നെയാണ് ആ സമയത്തുണ്ടായിരുന്നത് വാസ്തവത്തിൽ. പിന്നെ മിക്കവാറും ആശ്രമങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. രാമകൃഷ്ണാശ്രമം, കേരളത്തിലെ മിക്കവാറും എല്ലാ ആശ്രമങ്ങളും, ആനന്ദസ്വാമി, ഈവൻ ശങ്കരാചാര്യർ പോലും നേരിട്ടുള്ള ആ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ. SNDPയുടെ നേതാവൻ തൃശ്ശൂർക്കാരൻ ഗോപിനാഥ്, അദ്ദേഹം വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു, വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. ബാക്കി യൂണിയൻ നേതാക്കന്മാരും എല്ലാം എല്ലാ സമുദായ സംഘടനകളുടെ ആൾക്കാരുണ്ടായിരുന്നു.
NSSൻ്റെ SNDPയുടെയും വിശ്വകർമ്മയും ധീവരസഭ എല്ലാത്തിൻ്റെയും. നമ്മുടെ ഈ സംഘപ്രവർത്തനത്തിൻ്റെ കാലഘട്ടങ്ങളെ തിരിക്കുമ്പോൾ എമർജൻസിക്ക് മുമ്പും എമർജൻസിക്ക് ശേഷവും എന്ന് പറയുന്നത് പോലെ വിശാല ഹിന്ദു സമ്മേളനത്തിന് മുമ്പും വിശാല ഹിന്ദു സമ്മേളനത്തിന് ശേഷം എന്നുള്ള ആ ഒരു നമ്മുടെ വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണുകയുള്ള അനുഭവപ്പെട്ടിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ ഇദ്ദേഹം അപ്പുചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അടുത്ത കാലത്ത് അന്നുണ്ടായ നമ്മുടെ മുന്നേറ്റത്തിനേക്കാൾ എത്രയോ ഉപരി ഇന്ന് ഹിന്ദു സ്വയം ഉണർന്നിട്ട് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്, അനുഭവിച്ചറിഞ്ഞത്. അതൊരു പക്ഷേ ഈ കഴിഞ്ഞ ഇവിടുത്തെ കുംഭമേളയോടനുബന്ധിച്ച് തുടങ്ങിയതല്ലാതെ അതിനു മുമ്പ് തന്നെ കഴിഞ്ഞ പ്രയാഗരാജ് കുംഭമേളയിൽ ഇതിൻ്റെ ചെറു ചലനങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അന്ന് അവിടെ ആ കുംഭമേളയിലും മുഴുവനും പങ്കെടുക്കാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയിരുന്നു. അന്ന് ആനന്ദവന സ്വാമി ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞിരുന്നത് ഒരു ചെറിയൊരു ടെൻറ്റ് ഒരു 10-15 പേർക്ക് വരാനും കിടക്കാനും ആഹാരം കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാക്കാം എന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ അത് ഭാഗ്യം കൊണ്ട് നമുക്ക് കൂടുതൽ സ്ഥലം കിട്ടി. ഏകദേശം 22ഓളം ടെൻറ്റ് അവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ശരാശരി ഒരു ദിവസം 1000-ലധികം ആൾക്കാർ അവിടെ വന്ന് ആഹാരം കഴിച്ചു പോകലും അതേപോലെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. നമ്മുടെ അവിടെ പറ്റിയില്ലെങ്കിൽ അടുത്ത് ഗായത്രി പരിവാർ തുടങ്ങിയിട്ടുള്ള അവർ വന്ന് പറയും അവരുടെ കൂടുതൽ ആൾക്കാരില്ല ഞങ്ങൾക്കിവിടെ. അപ്പോൾ അന്ന് അതിനു മുമ്പ് സ്വാമിജി പറയാറുണ്ട്, ആനന്ദവനം അദ്ദേഹം കഴിഞ്ഞ കുറേ കുംഭമേളയ്ക്കും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന് മാക്സിമം ഒരു 200-300 പേരാണ്. ഇപ്രാവശ്യം ഒരു 500-1000 പേര് വരും എന്ന് വിചാരിച്ച് തുടങ്ങിയത്. അവിടെയും ഇതേപോലെ മൊത്തത്തിൽ കണക്കെടുക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ധാരാളം പേര് പങ്കെടുത്തിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത അവരിതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇപ്രാവശ്യം ഇവിടെ തവനൂർ തിരുനാവായ കുംഭമേളയിൽ നമ്മൾ കണ്ടത്, കുംഭമേള പോലെ നമ്മൾ നടത്തിയ മഹോത്സവത്തിൽ നമ്മൾ കണ്ടത് ഈ വന്ന ഹിന്ദുക്കൾ സ്വയം സംഘടിച്ചിട്ടാണ്. ഇതിൻ്റെ പിന്നിൽ അവരെ സംഘടിപ്പിക്കാനോ ആ തരത്തിലുള്ള ഒരു സംഘടനാ യന്ത്രവും അവിടെ ചലിച്ചിരുന്നില്ല. ഹിന്ദു സമൂഹം അതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും സ്വയം സേവകരും അതേപോലെ തന്നെ നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. അതിനെ മറന്നിട്ടല്ല പറയണത്. പക്ഷേ ഓരോ സംഘത്തിൻ്റെ നമ്മുടെ സംഘപരിപാടികൾ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്യുന്നത് പോലെയൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് 12 ബസ്സാണ് വന്നിരുന്നത്. ബസ്സുകളുടെ നമ്പർ കണ്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ അതേ അവസരത്തിൽ അവിടെ വന്നവരുടെ സൗകര്യം എന്ന് പറഞ്ഞാൽ അസൗകര്യങ്ങളിൽ നിന്ന് സൗകര്യം മെനഞ്ഞെടുത്തിട്ട് വരുന്നവരെ കുറച്ചൊക്കെ തൃപ്തിപ്പെടുത്തി അയക്കാൻ വേണ്ടിയിട്ട് അവിടെ സംഘത്തിൻ്റെ ആദ്യവസാനമുള്ള പ്രവർത്തനം, സംഘത്തിൻ്റെ സേവാഭാരതിയുടെ പ്രവർത്തനം, പ്രചാരകന്മാരവിടെ നേടിയിട്ടുണ്ടായിരുന്നു. സേവാഭാരതിയുടെ പ്രവർത്തനം ഒരു ആൾ പറയുന്ന ഞാൻ കേട്ടു, ഇവിടെയുള്ള കാവി ഉടുത്ത സന്യാസിമാർ അവരോട് ബഹുമാനവും സ്നേഹവും ആദരവൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് നമിക്കാൻ തോന്നുന്നത് ആ സന്യാസിമാരെ നമിക്കുന്നതിന് മുമ്പ് സേവാഭാരതിയുടെ പ്രവർത്തകരെ നമിക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞ ഒരാളിനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇത് സമൂഹത്തിൽ ഈ തരത്തിൽ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ഈ വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ ഹിന്ദു ഐക്യം, ഹിന്ദു ഏകത മുന്നേറ്റം പിന്നീട് വന്നൊരു വലിയ ഒരു സംഭവത്തെ യാതൊരു വിഷമവുമില്ലാതെ തരണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. ഇലക്കൽ 83. ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കാം പരമേശ്വരജി ഈ വിശാല ഹിന്ദു സമ്മേളനം കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ടുള്ള അനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിലയ്ക്കൽ വിഷയങ്ങൾ, അതുപോലെ ക്ഷേത്ര സംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ വളരെ അസർട്ടീവായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സംഗതി ഒരിക്കൽ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് കേരളം ഹൈന്ദവമായിരുന്നു, കേരളം ഹൈന്ദവമാണ്, കേരളം ഹൈന്ദവമായിരിക്കും. ഒരുപക്ഷെ എനിക്ക് ഇത്ര ശക്തമായിട്ടത് അദ്ദേഹം അവതരിപ്പിക്കാനുള്ള പശ്ചാത്തലം, അതിനുള്ള ഒരു വേദി ഒരുങ്ങിയതും ഈ വിശാല ഹിന്ദു സമ്മേളനമായിരുന്നു. അതിൻ്റെ ആവേശത്തിൻ്റെ ഭാഗമായിരുന്നു. ആവേശം മാത്രമല്ല, യാഥാർത്ഥ്യം കൂടിയായിരുന്നു എന്ന് തോന്നുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ 100ാം വർഷം പ്രമാണിച്ചുള്ള നമ്മുടെ ഹിന്ദു സമ്മേളനങ്ങൾ എല്ലാം നടക്കുന്നത്. അതിന് നമ്മുടെ പ്രവർത്തകർക്ക് ആവശ്യമായിട്ടുള്ള ധാരാളം മെറ്റീരിയൽസ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതെ, അതിൻ്റെ ഒരു അന്തരീക്ഷം ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിലൊക്കെ ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ പരിപാടികളെ ചിലത് നിരീക്ഷിക്കുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും, അമ്മമാരും സഹോദരിമാരും യുവാക്കന്മാരെല്ലാം സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, വെറും ഒരു സമ്മേളനം മാത്രമല്ല, അതാത് പ്രദേശങ്ങളിലെ
സാംസ്കാരിക സംവിധാനങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഉള്ള ഒരു സാംസ്കാരിക ദേശീയ സമ്മേളനം, ഹിന്ദു ഏകതാ സമ്മേളനമായിട്ടാണ് എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നത്. അതും ഇതിൻ്റെ ഒരു തുടർച്ചയാണെന്ന് നമുക്ക് വിചാരിക്കാം. അതിൽ ഏകതാ സമ്മേളനങ്ങൾക്ക് കാണുന്ന ഞാൻ ശ്രദ്ധിച്ചൊരു പ്രത്യേകത, ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 10-20 കോളെങ്കിലും എനിക്ക് കിട്ടാറുണ്ട്. ഇന്ന നടത്തണം, ഇന്ന സ്ഥലത്ത് നടത്തണമെന്നുള്ളത്. അതിൻ്റെ ആവശ്യം അവർക്ക് നേരത്തെ ആണെങ്കിൽ സെലിബ്രിറ്റികളെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള താല്പര്യമായിരുന്നു കൂടുതൽ. ഇന്ന് അതല്ല, സന്യാസി ശ്രേഷ്ഠന്മാരെ കിട്ടണം. ഇദ്ദേഹത്തെ കിട്ടാൻ എന്താ വഴി, ഇന്ന സ്വാമിയെ കിട്ടാൻ വഴി, ഇന്നത് നോക്കൂ, കോൺടാക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആ ഒരു മാറ്റം ഈ സെലിബ്രിറ്റികളിൽ നിന്ന് സന്യാസികളിലേക്ക് സമൂഹം ചിന്തിച്ചു തുടങ്ങി എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. ആധ്യാത്മിക ആചാര്യന്മാരിലേക്കും യെസ്, ഇതിൻ്റെ ഒരു ഹിന്ദുക്കൾക്കുണ്ടായിട്ടുള്ള മനോവ്യാധി ആണ് ഈ ഒരു ആവേശം സമൂഹത്തിൽ അരടിക്കാൻ കാരണമെന്ന് പറഞ്ഞതിന് ഒരു ഉദാഹരണം കൂടി ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിശാല ഹിന്ദു സമ്മേളനം കൊണ്ട് നമ്മുടെ നാട്ടിലെ കേരളത്തിൽ അടിസ്ഥാന വർഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നവരിലാണ് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായത്. മത്സ്യപ്രവർത്തകരുടെ വലിയ സംഘടന ഉണ്ടാവുന്നു. അമൃതാനന്ദമയി മഠത്തിനെ പൂർണ്ണമായും അധിക്ഷേപിച്ച് കൈരളി എന്നൊരു ചാനലിൽ 3 ദിവസം ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് വർഗീയവാദി എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം, അമ്മയെ തേജോധം ചെയ്തുകൊണ്ടുള്ള 3 ദിവസം നീണ്ടുനിന്ന വലിയ ഒരു സീരിയലുണ്ടായി. 3 ദിവസം നടന്ന 3 എപ്പിസോഡുകളിലായി അമൃതാനന്ദ മഠത്തെ അങ്ങേയറ്റം ചവിട്ടിത്തേക്ക്, അത് മുഴുവൻ ഈ പിന്നോക്ക സമുദായത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ആ സമുദായം തങ്ങളുടെ കുലദൈവതയോട് കാണിച്ചതിന് പകരം വീട്ടിയിട്ടുണ്ട്. വാസ്തവത്തിൽ അവരെല്ലാവരും തന്നെ ആ ഈശ്വര നിഷേധത്തിൻ്റെ, സാംസ്കാരിക നിഷേധത്തിൻ്റെ, മനുഷ്യത്വ നിഷേധത്തിൻ്റെ പാത വിട്ട് അവർ ഈ സമ്മേളനത്തിലൊക്കെ ആവേശപൂർവ്വം, ഇതുപോലെ ഈ തുടർന്നുള്ള സമ്മേളനങ്ങളൊക്കെ ആവേശപൂർവ്വം പങ്കെടുക്കാൻ ഒരു കാരണം ഈ തരത്തിലുള്ള ഹിന്ദു വിധ്വംസക പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിച്ചവരുടെ ഒരു പ്രയത്നമാണെന്നുകൂടി പറയാനുണ്ട്. ശ്രീ കുഞ്ഞോൽ ആ കാലത്ത് എൻ്റെ കൂടെ സജീവമായ രംഗത്തുണ്ടായിരുന്നു. ഹരിജൻ കോളനികളിലും ഹരിജൻ സ്ഥാപനങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പല കോളനികളിലും ഞാൻ അദ്ദേഹത്തെ കൊണ്ടുണ്ടായി. അന്ന് ആ സമുദായത്തെ നിസ്സഹായാവസ്ഥയെ മുതലെടുത്ത് മതം മാറ്റിയ ആളുകളെ അതേ സമുദായത്തിലുള്ളവർ വിളിച്ചിരുന്നത് മാക്രി, മാർഗവാസി ക്രിസ്ത്യാനി, പുക്രി, പൂലയ ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞ് ഈ സമുദായത്തെ മുഴുവൻ അപമാനിച്ചതിന് ഉള്ള ഒരു പ്രതികാരം കൂടിയായിരുന്നു ശ്രീ കുഞ്ഞോലിൻ്റെ ഈ വിശാല സമ്മേളനത്തിലേക്കുള്ള കയറ്റം. ഇതുപോലെ അനേകം ഹരിജൻ പ്രവർത്തകർ ആ സമയത്ത് ഇനി തിരിച്ച് നമ്മുടെ ആചാരത്തിലേക്കും സംസ്കാരത്തിലേക്കും വന്നാൽ മാത്രമേ നമ്മുടെ കുടുംബവും നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടൂ എന്ന ഉറച്ച വിശ്വാസത്തിൽ കുറേ രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അവരുടെ ഇടയിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചപ്പോൾ സംഘം മാത്രമാണ് അവരുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവും ഭൗതികവുമായിട്ടുള്ള ഉന്നമനത്തിന് പ്രവർത്തിച്ചതെന്ന് അവർ ആണയിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടെ നമുക്കിന്ന് വിരിയാം. വീണ്ടും വിശ്വസംവാദ കേന്ദ്രം ഒരുക്കുന്ന വല്ല പരിപാടികളുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. നമസ്കാരം.